ഡേ ഒരു കട്ടൻ എടുക്ക്, വിത്തൗട്ട് മതി. അപ്പൊ ഇന്ന് ഉറങ്ങാൻ പ്ലാനില്ലേ? എങ്ങനെ ഉറങ്ങാനാ? നിന്നെ കെട്ടിയന്റെ അന്ന് മുതൽ എന്റെ ഉറക്കം പോയതല്ലേ. പോരാത്തേന് ഇരട്ടപ്പെട്ട പോലൊരു തന്തയെന്നല്ലേ. ബോണസായി നിന്റെ വയറ്റിൽ പിറന്ന കുരുത്തം കെട്ട ഒരു ചെക്കനും. മൊത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ഞാൻ ഈ പാൽ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തോട്ടെ, ഇന്നവരുടെ ആദ്യരാത്രിയല്ലേ. അയ്യോ, ഞാനങ്ങൾ മറന്നു. നീ ഇത് നേരത്തെ പറയാത്തെന്താ? പ്രകാശേട്ടന് ഇതൊന്നും ഇഷ്ടാവില്ല എന്ന് കരുതി. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ കുറച്ച് വല്ല ബദാമോ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നല്ലോ. പെറ്റതള്ളയുടെ പാല് പോലും കുടിക്കാൻ കിട്ടാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിലും പാല് കുച്ചാതെ ഉറങ്ങാൻ പറ്റില്ല രണ്ടിലും. എവിടെയോ കിടന്ന് കുറെ അനാഥകളെ വിളിച്ചു കയറ്റി വച്ചിരിക്കുന്നു. ഇത്രയേ സ്ഥിതിക്കേ ഇനി ഈ വീടിന്റെ മുമ്പില് അനാഥാലയം എന്നൊരു ബോർഡ് കൂടി തൂക്കിയിടാം. ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് പാല് കൊടുക്കേണ്ടത് മൂത്ത മരുമോളായ എന്റെ കടമയാണ്. എനിക്കില്ലാത്ത കടമയൊന്നേ നിനക്കേ വേണ്ട. ഞാൻ ഈ കയ്പുള്ള കട്ടചായ കുടിക്കുന്നത് എനിക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്കെന്താടി പാല് കുടിച്ചിറങ്ങില്ലേ? ഞാനേ കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് വന്ന പാലേ ഇവിടെ ആരും അങ്ങനെ കുടിക്കണ്ട. ഹായ്, എന്താ ഒരു ടേസ്റ്റ്. സാരമില്ല ഏട്ടത്തി, ഏട്ടത്തി വിഷമിക്കണ്ട. മീനാക്ഷി മോളെ, ഞാൻ ജീവിതത്തിൽ വിധിച്ച എന്താണോ അത് മാത്രമേ നടക്കൂ. അവിടെ ആർക്കും പറ്റിയിട്ടുണ്ട്. എന്താ പറ്റിയ? വന്നേ അയ്യോ മുത്തശ്ശി, അയ്യോ വിനുവേട്ടാ, ടെൻഷൻ ആവാതെ. അച്ഛമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. എന്തോ ദുസ്വപ്നം കണ്ട് പേടിച്ച് കട്ടിലിൽ നിന്നൊന്ന് വീണു. നെറ്റി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അതിന് ഇത്രയും ബഹളം വെക്കണോ?
ചെയ്തത്. മോനെ വിനോട്ട വിനുവേട്ടാ, 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 കരയണ്ട. വെറുതെ അച്ഛമ്മയെ കൂടി പേടിപ്പിക്കല്ലേ. അച്ഛമ്മയ്ക്കൊന്നും പറ്റിയില്ല. ദേ കണ്ണ് തുറന്ന് കിടക്കുന്നത് കണ്ടില്ലേ? നോക്ക്. ആ ഇത്രേ ഉള്ളൂ. ആളൊക്കെ കൂടിയിരിക്കണപ്പോ ഞാൻ അങ്ങോട്ട് പേടിച്ചുപോയി. ഞാൻ കരുതി അടുത്ത ചെലവിനുള്ള വകയായിരുന്നു. ചെറുതായിട്ടൊന്ന് എറ്റിപ്പൊട്ടിയനാണോ ഇത്രയും വലിയ കോലാഹലം? പ്രകാശേട്ടാ, ഒരാള് വീണ് കിടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മധുവേട്ട, അമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലോ? ബെസ്റ്റ്. സ്കൂട്ടറിന്റെ ബാക്കിലിരുത്തി കൊണ്ടുപോകാനുള്ള പരുവത്തിലല്ലേ ഈ കിളവി കിടക്കുന്നത്. പ്രകാശേട്ടനൊന്നും മിണ്ടാതിരിക്കാവോ? അതുകൊള്ളാം. പ്രകാശൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഇവിടെയുള്ളവർക്ക് പ്രശ്നമുള്ളൂ. പ്രകാശേട്ടാ, സുമിത്രേ, ദേ നീ മിണ്ടരുത്.